ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള 15 നോമ്പിൻ്റെ ദിവസങ്ങളാണല്ലോ ഇത്. പാപത്തിൽ ആണ്ടുപോയ മാനവരാശിയെ വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശയിലേക്ക് നയിച്ച പരിശുദ്ധ ദൈവമാതാവിൻ്റെ മഹത്വപൂർണമായ ജീവിതത്തെയാണ് ഈ കാലഘട്ടത്തിൽ നാം അനുസ്മരിക്കുന്നത്. ആ മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ് നാം അഭയപ്പെടുന്നത്. മാതാവിൻ്റെ ജീവിതത്തെ നാം പഠിക്കുമ്പോൾ ലാളിത്യവും വിനയവും ദൈവാശ്രയബോധവും നിറഞ്ഞ ഒരു വ്യക്തിത്വത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവരെൻ്റെ കുറവുകളെ സ്വന്തം കുറവുകളായി ഏറ്റെടുത്ത് സ്വപുത്രന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്നവളാണ് വിശുദ്ധ കന്യകമറിയം. ഈ ലോക ജീവിതത്തിൽ ബലഹീനതകളും കുറവുകളും കുറ്റങ്ങളുമുള്ളവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ കുറവുകളെ തിരിച്ചറിയുവാൻ, ബലഹീനതകളെ തിരിച്ചറിയുവാൻ, പാപബോധ്യം നമ്മിൽ ഉണ്ടാകുവാൻ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് നോമ്പനുഭവത്തിലൂടെ നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ കുടുംബത്തിൻ്റെ കുറവുകൾ, ഇടവകയുടെ കുറവുകൾ, നാം ആയിരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലുള്ള കുറവുകൾ, ഇവയൊക്കെയും എൻ്റെ കൂടി കുറവാണ് എന്ന ബോധ്യമുണ്ടാകണമെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു വിനയപ്പെടൽ ആവശ്യമാണ്. 80-ാം സങ്കീർത്തനം അതിൻ്റെ 3, 7, 19 എന്നീ വാക്യങ്ങളിൽ നാം ഒരുപോലെ വായിക്കുന്നു: ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. അതെ, ഓരോ പരിശുദ്ധ നോമ്പ് കാലവും ഒരു റീസ്റ്റോറേഷൻ്റെ ടൈമാണ്, ഒരു റീഫോർമേഷൻ്റെ സമയമാണ്. സൈന്യങ്ങളുടെ യഹോവയുടെ പ്രകാശത്താൽ നാം ആയിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് യഥാസ്ഥാനപ്പെടുവാൻ നമുക്ക് കഴിയട്ടെ. അതിനായി നമുക്ക് കൂടുതൽ വിനയാന്വിതരാകാം, പ്രാർത്ഥന നിരതരാവാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. ഹൃദയം യഹോവയിൽ സമർപ്പിച്ചവളായിരുന്നു പരിശുദ്ധ കന്യകമറിയം. അതുകൊണ്ടാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തെ ഉദരത്തിൽ സ്വീകരിപ്പാൻ മാതാവിന് സാധിച്ചത്. ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയം ദൈവപ്രീതിക്ക് അനുരൂപരായി ജീവിപ്പാൻ നമ്മെ സഹായിക്കും. ദൈവമേ, അപ്രകാരമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരയണമേ എന്ന് ഈ നോമ്പുകാലത്ത് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരസ്പരമുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ശക്തിപ്പെടാം. അതിനായി ദൈവത്തിൻ്റെ ധാരാളമായ കൃപയും കരുണയും നമ്മളിലെല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.